വ്യക്തമായി crystal clear. So these are the things that you should focus. Linking, deleting, adding, changing, combining, and if you are not doing it, you are not going to qualify in read aloud. So hi, we start with today's very important section, that are the strategies that we use particularly for writing as well as for other sections. We'll understand part by part. നമുക്കൊന്ന് മനസ്സിലാക്കാം ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ റൈറ്റിംഗ് ആണെങ്കിലും മറ്റ് സെക്ഷൻസ് ആണെങ്കിലും എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ടെംപ്ലേറ്റ്സ് മാത്രമാണ് നമുക്കൊരു സഹായം. ബട്ട് നോ, ഒറിജിനൽ കോണ്ടന്റ് വന്നാൽ മാത്രമാണ് എപ്പോഴും നമുക്കത് കറക്റ്റായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് നല്ല രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സ്കോർ. ബട്ട് അത് പലപ്പോഴും അറിയാത്ത കാരണം നമ്മളിപ്പോഴും ടെംപ്ലേറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ പറയാനുള്ളത്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് 2024 ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ ഒന്ന് കാണുക. അതുകൂടാതെ 2080 പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ റൈറ്റിങ്ങിലേക്ക് കടക്കാൻ. റൈറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. How you structure your sentences is also important. So let us focus on that. Let us understand the strategy number 1. എങ്ങനെയാണ് നമുക്കത് കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക, എങ്ങനെയാണ് ഫങ്ഷണൽ ആക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. So let us understand what is the strategy using comparative adjectives. Comparative adjective means comparing two people. How you compare two people, places or thing to show how they are different. എങ്ങനെയാണത് വ്യത്യസ്തരായി വരുന്നതെന്ന് നമുക്ക് കാണാം. They usually use ER at the end of the word. ER എന്ന വേർഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇവിടെ ജോണും പീറ്ററും ഉണ്ട്. അവിടെ ജോൺ ഇസ് ടോൾ. അതെന്താ ഡിസ്ക്രൈബിങ് ആണ്, ഒരാളെ മാത്രം ഡിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ ജോൺ ഇസ് ടോൾ. ബട്ട് വെൻ വി കമ്പയർ ജോൺ ഇസ് ടോളർ ദാൻ പീറ്റർ, അപ്പോൾ ഇവിടെ കമ്പാരിസൺ വന്നു. ഇതുപോലത്തെ കമ്പാരിസൺസ് നമ്മൾ ഉപയോഗിക്കണം. ബട്ട് നോട്ട് ഇൻ സിമ്പിൾ സെൻറ്റൻസസ്, ബട്ട് ഇൻ കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. അത് നമുക്ക് പഠിക്കാം ഇനി വരുന്ന ഇതിൽ. ഓക്കെ, കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ER യു ക്യാൻ ഓൾസോ യൂസ് മോർ. മോറും കൂടി ഉപയോഗിക്കാം. ER മാത്രം, വേർഡ്സിൻ്റെ എൻഡിങ്ങിൽ ER മാത്രം ഉപയോഗിക്കാതെ മോറും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബട്ട് അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? We do this when the adjective has 2 or more syllables, like expensive. 2 or more syllable എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ, എക്സ്പെൻസീവ്. അപ്പോൾ ഇവിടെ 2 or more syllable ഉണ്ട്. അപ്പോൾ അത് കാരണം അവിടെ മോർ എന്ന് ഉപയോഗിക്കുന്നു. കോഫി ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ടീ. ഇവിടെ എക്സ്പെൻസിയർ എന്ന് പറയില്ല. ഓക്കെ, എലൻസിയർ എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ അവിടെ 2 സിലബിൾ, ഒന്നിന് മുകളിൽ സിലബിൾ ഉള്ള കാരണമാണ് മോർ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ മോർ എക്സ്പെൻസീവ് ദാൻ ടീ. ഇങ്ങനത്തെ പ്രയോഗം നമ്മുടെ റൈറ്റിങ്ങിൽ കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്യണം. എൻഡ് വരെ കാണണം. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പ്രഷ്യസ് മാർക്സ് കളയരുത്. വീഡിയോ കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നൗ സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവ്. കമ്പയറിംഗ് മോർ ദാൻ 2 people, places or thing. മോർ ദാൻ 2 people, രണ്ട് ആൾക്കാരെയോ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളെയോ അല്ലെങ്കിൽ 2 വസ്തുക്കളെയോ മുകളിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവ് പറയുന്നത്. സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവ് we use superlative to highest level of comparison. highest level എന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമം, ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് വേർഡിൽ എൻഡിൽ എന്താ ഉപയോഗിക്കുക? EST എന്നാണ് ഉപയോഗിക്കുക. നമുക്ക് നോക്കാം. ജോൺ ഇസ് ദ ടോളസ്റ്റ് ഇൻ ഹിസ് ഫാമിലി. ജോൺ ഏറ്റവും ഹൈറ്റിൽ കൂടുതലാണ്, അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും ഹൈറ്റ് കൂടുതലുള്ള ആളാണ്. ജോൺ ഇസ് ദ ടോളസ്റ്റ് ഇൻ ദ ഫാമിലി. അപ്പോൾ ഇങ്ങനത്തെ പ്രയോഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി കോഫി ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ്. ഇവിടെ മോർ ആയിരുന്നു, ST ഉപയോഗിച്ചു, മോസ്റ്റ് ആക്കി. എന്താ കാരണം? ഇവിടെ 2 or more syllables ഉണ്ട്, അതുകൊണ്ട് മോസ്റ്റ് ആക്കി. കോഫി ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഡ്രിങ്ക് ഹിയർ. മനസ്സിലായോ? ഇനി now in the PT exam, comparative and superlative adjectives are helpful in writing essay question. essay writing പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, they try to copy something from whatever is shown in the online and they depend on the template and then they lose their precious marks only because they are using the template. Template means you are copying someone else content and you are not going to get the marks. So എപ്പോഴും ഒറിജിനൽ കോണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. 20% നമ്മുടെ
ഒരു ടെംപ്ലേറ്റും 80% നമ്മുടെ സ്വന്തമായ കോണ്ടന്റ് ഉപയോഗിക്കുക. വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. ഓക്കെ, നൗ PT ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ essay ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഗിവിംഗ് യുവർ ഒപ്പീനിയൻ, ജസ്റ്റിഫൈങ് യുവർ ഐഡിയാസ്, അഗ്രി ഓർ ഡിസഗ്രി ക്വസ്റ്റ്യൻ, അഗ്രി ഫോർ ഓർ അഗെയിൻസ്റ്റ് ആൻ ഐഡിയ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ആഡ്ജക്റ്റീവ്. നമുക്ക് അടുത്തത് റീഡിംഗിൽ എങ്ങനെയാണ് കൊളോക്കേഷൻസ് ഉപയോഗിക്കേണ്ടത്. കൊളോക്കേഷൻസ് അത്യാവശ്യമാണ്. ദ മാനേജർ വാസ് പെയ്ഡ് എ ഹൈ. ഹൈ, ദ മാനേജർ വാസ് പെയ്ഡ് എ ഹൈ. ഹൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും, ഇവിടെ ഹൈ എന്താണ്, ആഡ്ജക്റ്റീവ് ആണ് അല്ലേ, ഹൈ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു നൗൺ വരണം. വാസ് പെയ്ഡ് എ ഹൈ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ആണ്. ഈ കോമ്പിനേഷൻ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. വാസ് പെയ്ഡ് എ ഹൈ സാലറി, വാസ് പെയ്ഡ് എ ഹൈ റെമ്യൂണറേഷൻ. നമുക്ക് ഓട്ടോമാറ്റിക് ആ കൊളോക്കേഷൻ അതിൻ്റെ റിലേഷനിൽ വരുന്ന കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. യെസ്, ദിസ് ഇസ് ദ കൊളോക്കേഷൻ ദാറ്റ് ഇസ് റിക്വയർഡ്. ഇപ്പോൾ ഇവിടെ നോക്കാം. An anti-fairy tale is a fairy tale which, unlike an ordinary one, has a dash. Has a dash. Okay. Rather than ഞാൻ ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യാം. Paint a dark world of nastiness and cruelty. Such stories incorporate horror dash comedy. അപ്പോൾ ഹോററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡാഷ് കോമഡി എന്ന് പറയുമ്പോൾ അതിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമഡി ആയിരിക്കും, അല്ലാതെ നല്ല കോമഡി ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആ വേർഡ് ഇവിടെ ഓപ്ഷൻസ് ഇല്ലാതെ കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ ക്രൂവൽ പ്ലോട്ട് ഡാഷ് ആൻഡ് ബൈറ്റിംഗ് സെറ്റയർ, അതും ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസർക്കാരിയാണ് പറയുന്നത്. ക്രൂവൽ പ്ലോട്ട് ഡാഷ്. അപ്പൊ ഇങ്ങനത്തെ വേർഡ്സ് കിട്ടുമ്പോൾ തന്നെ നെഗറ്റീവ് ആണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാതെ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ അതിൽ നെഗറ്റീവ് ആയിട്ടുള്ളത് മാത്രം സോർട്ട് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നൗ ദിസ് ഇസ് ഇവിടെ എന്താണ് ഓപ്ഷൻ? ബ്ലാക്ക് ആണ്. വൈ ബ്ലാക്ക്? ബിക്കോസ് ബോറിംഗ്, ട്രാജിക് എന്ന് പറയുമ്പോൾ അവിടെ ഹോറർ ആയിട്ട് റിലേറ്റഡ് ആവില്ല. ബ്ലാക്ക്, ഡാർക്ക് അല്ലെ, ഡാർക്ക് കോമഡി, ബ്ലാക്ക് കോമഡി. ഇനി ഇവിടെ നോക്കൂ, ട്വിസ്റ്റ്. ക്രൂവൽ പ്ലോട്ടാണ്, ഒരു കഥയാണ്, അതിൽ ട്വിസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ട്വിസ്റ്റ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റുന്നു. ദാറ്റ് ഈസ് കൊളോക്കേഷൻ. എ വേർഡ് ദാറ്റ് ഇസ് സിങ്ക്ഡ് with another word to create a particular meaning is collocation. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. fill in the blanks അല്ല ഞാൻ പഠിപ്പിക്കുന്നത്, but you have to mind it that these are the links that you can apply while doing fill in the blanks. fill in the blanks in details ആയിട്ട് വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ ഇനി വരുന്ന വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ബട്ട് ശ്രദ്ധിക്കേണ്ടത് വാട്ട് ഇസ് ദ ആപ്റ്റ് വേർഡ് ദാറ്റ് you can fill in. അപ്പോൾ now how to use it? You can use the dictionary or the online thing. ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ നോക്കുമ്പോൾ കൊളോക്കേഷൻസിൻ്റെ എങ്ങനെയാണ് കൊളോക്കേഷൻസ് കണ്ടെത്തേണ്ടത്? I have a list. If you WhatsApp me, I will give you through comment boxൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങളെ പിങ് ചെയ്യുക. I will definitely send you the collocation list. But otherwise എങ്ങനെയാണ് കൊളോക്കേഷൻ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്? When you go to an online section, you will find where അതിൻ്റെ മീനിങ് കാണും, അതിൻ്റെ യൂസേജ് കാണും. ബട്ട് ആ കൊളോക്കേഷൻ ഡിക്ഷണറി ഉണ്ടാവും. വെർബിൻ്റെ കൂടെ സ്കിൽ, ഡെവലപ്പ് എ സ്കിൽ, ഹാവ് എ സ്കിൽ, ഹോൺ എ സ്കിൽ, ലേൺ എ സ്കിൽ, മാസ്റ്റർ എ സ്കിൽ. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെൻറ്റൻസ്, ഹൗ ദാറ്റ് സെൻറ്റൻസ് ഇസ് ക്രിയേറ്റഡ്. എല്ലായിടത്തും എല്ലാം ആപ്റ്റ് ആവണമെന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ സെൻറ്റൻസ്, ഹൗ യു ക്രിയേറ്റ് ഇറ്റ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഓക്കെ, നൗൺ കഴിഞ്ഞു. ഇനി ഇവിടെ നൗണിൽ നോക്കാം. അക്കാഡമിക് സ്കിൽ, ആക്ടിംഗ് സ്കിൽ, കമ്പ്യൂട്ടർ സ്കിൽ, മാനേജ്മെന്റ് സ്കിൽ, പീപ്പിൾ സ്കിൽ. ആഡ്ജക്റ്റീവിന്റെ കൂടെയാണെങ്കിൽ അഡാപ്റ്റീവ് സ്കിൽ, ബേസിക് സ്കിൽ, കൺസിഡറബിൾ സ്കിൽ. സോ ദെൻ ദിസ് ഇസ് ഹൗ യു ഡെവലപ്പ് യുവർ ലാംഗ്വേജ്. യൂസ് ദിസ് ഡിക്ഷണറി ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ഇംപ്ലിമെന്റ് ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് എ വൺ ഡേ ഗെയിം. ഇറ്റ് ടേക്സ് ടൈം. ഒരു ദിവസം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കൊളോക്കേഷൻസ് എല്ലാം പഠിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. When we give the list 2000 words, 2000 words, ഇതൊന്നും പറ്റില്ല. Whenever you get time, when you are free, go through it. That's possible. ഈ 2000 collocations വരണമെന്നില്ല. But you can start implementing it and you will get to know. Now strategy 3. Listen to weird and unfamiliar topics. എവിടെ കാണണം? കൂടുതൽ കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ടെഡ് ടോക്ക് കേൾക്കാം. മൈ ഫേവറേറ്റ് ടെഡ് ടോക്ക്.
go to Australia, TED Talks Australia, UK, you will find lot of topics. Okay, you can listen to music, English songs. You can listen to podcast. System. What sort of topics will there be in the PT exam? In the topics where chemical reactions, international business, innovations, oil consumption, medical research findings, where can you go to listen to a variety of topics in English and learn a wide range of vocabulary? TED Talk is the best way. TED Talk, you can. Strategy 4, നാലാമത്തെ strategy, develop your connected speech skill. Connected speech skill, this is very important. പലപ്പോഴും read aloud ചെയ്യുന്നവർക്ക് ഇത് മനസ്സിലാവാത്തത് എന്താ കാരണം എന്ന് വെച്ചാൽ you don't have that connected speech skill. Connected speech skill ഇല്ലാത്ത കാരണം you are lost. And if you really want to improve yourself, you have to develop this. Like going out ഒരുമിച്ചാണ് പറയുന്നത്, not going out അല്ല, going out. Okay, we must go there. We must go എന്നല്ല, we must go. അപ്പോൾ when the last sound of a word disappears, deleting, linking എവിടെയാ? Link, there is two connection of two words. Adding, when an extra sound is added to in another word, 2 or 3, two or three, ഇങ്ങനെയാണ് ലിങ്ക് ചെയ്യുക. ബട്ട് വി 2 or 3 അങ്ങനെയാണ് പറയുക. എന്നിട്ട് സ്കോർ കുറയുമ്പോൾ സർ എന്തുകൊണ്ട് കോണ്ടന്റിൽ സ്കോർ കുറയും? ദിസ് ഇസ് ദ റീസൺ. Are you using deleting method? Are you using linking method? Are you using adding method? Now next is changing method. Changing method, when sound blends together to make a new sound. Don't you അല്ല, don't you. അത് don't you എന്നാണ് പ്രൊനൗൺസ്, ഇതാണ് don't you എന്നല്ല, don't you. But it is not, cha is not very much audible, but it is don't you. So that is one thing. Combining, I want to be a manager. I want to be a manager. അങ്ങനെയല്ല, I want to be a manager. I want to be. വ്യക്തമായി, crystal clear. So these are the things that you should focus. Linking, deleting, adding, changing, combining. And if you are not doing it, you are not going to qualify in read aloud. This is one of the things that you have to start getting it. How to develop your connected speech? Listen more. ഇത് കൂടുതൽ കേട്ട UK accent, US accent, British accent കേൾക്കുക. Listen more. American accent കേൾക്കുക. The more you hear, you will develop this. But കേൾക്കാൻ സമയമില്ല സർ. 1 month കൊണ്ട് ഞാൻ 4ാമത്തെ അറ്റംപ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് PT-യിൽ. I don't have time. But I am going for a 4th attempt. What is the most blunder mistake that you are going to make? Is that you are going to attempt it for the 4th time and you say that you don't have time. Take some time, prepare yourself, prepare the base first, and then go and try to attend the exam. Don't create blunders by committing the same blunder again and again. പണ്ടൊക്കെ IELTS അല്ലെങ്കിൽ PTO ഒരു എക്സാം, IELTS പ്രത്യേകിച്ച് ഒരു 3 മാസം കഴിയാതെ വേറൊരു അറ്റംപ്റ്റിന് അവർ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് ദ കൗൺസിൽസ് ഡിസിഷൻ. ബട്ട് സ്ലോലി it is due to the pressure of the students, they had to change it, and now you can write the next week, no issues. They said the clarity behind it is said that a student takes around 1 month to 2 months to at least make up and patch up that mistake. It doesn't happen in a week. But students are so eager that they write an exam within a month. They appear for the exam twice or thrice, and they say they don't have time. So you have to check whether you want to lose your money or not. So read subtitles, go for podcasts, transcripts, TV shows, YouTube, podcasts. Listen to this more, and when you listen, mimic what you hear. എന്താണ് കേട്ടത് അത് മിമിക് ചെയ്യുക. മിമിക് ചെയ്യുമ്പോൾ you are actually improving your language. But when you are not mimicking, you പലപ്പോഴും read aloud ചെയ്തിട്ട് തെറ്റുകൾ വരുമ്പോൾ ഞാൻ സ്റ്റുഡൻസിനോട് പറയും, സ്റ്റുഡൻസ് try just repeat it after me. They are so much stubborn, they are not even able to repeat that word. Sir, okay ആണ്.
but they are not repeating it. Mimicking is the best way, but you have to mimic. When you want to improvise your pronunciation, you have to mimic the speaker. That is the ultimate way to improvise your read aloud or repeat in fluency. Fluency especially. കോണ്ടന്റിനെ പിന്നാലെ ഓടാതെ ഫ്ലുവൻസി ഇംപ്രൂവൈസ് ചെയ്യാൻ നോക്കുക. സോ ദെൻ യു improvising the fluency happens only when you improvise your connected speech. This should happen. Now, in fact, recording yourself speaking and listening back to yourself is a great practice too. So when you listen, when you record your voice, speak in your phone, record it and then listen to it, you tend to listen to more. Or you go with PT apps. Okay, if you don't have, just get in touch with us. We'll get you a subscription. That is. So when you listen to yourself, you understand what depth of the language or what depth of the mistake that you have committed. That way you can make any changes to improve. So let us understand, we learned today writing comparative and superlative adjectives. Next was more expensive, 2 or more syllables ആണെങ്കിൽ, സിംഗിൾ സിലബിൾ ആണെങ്കിൽ എന്താണ് ER ഉപയോഗിക്കുന്നു. ഹയസ്റ്റിനാണെങ്കിൽ EST അല്ലെങ്കിൽ സൂപ്പർലേറ്റീവിന് നമ്മൾ EST ഉപയോഗിക്കുന്നു. റീഡിംഗിൽ ലേൺ കൊളോക്കേഷൻസ്. I told you where to hook it. Listening, listen to weird and unfamiliar topics. Listen more whenever you get time. I ask students, what are you practicing? You have your exam the next week. What are you doing? How much time are you spending? So when I ask them, they say, sir, 1 hour. I am spending only 1 hour. There are students who are not even eager to attempt a mock test before the exam. Attempt as much as mock test. Mock test attend ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുക എവിടെയാണ് പ്രോബ്ലം. Go back to the single sections, retry those and change yourself. ഇതൊക്കെ ചെയ്യാം. Okay. And speaking, develop your connected speech. Connected speech develop ചെയ്യുക. Connected speech develop ആവാതെ read aloud develop ആവില്ല. So if you are lacking all these things, get in touch with us. We will help you out. Help you out in the real sense. Okay, so if you have liked this video, share it with your friends who are going to appear for PT exam. So don't forget to subscribe, like and comment. If you sincerely are liking this video, please do comment and like it. Thank you. God bless you. Bye.